മലനാട്ടിലെ ആ കൊച്ചു ഗ്രാമം എന്നും പച്ചപ്പിന്റെ പുതപ്പിനുള്ളിലായിരുന്നു. അവിടെയുള്ള ഒരു ചെറിയ കവലയിൽ സ്മൃതി എന്ന പേരിൽ ഒരു കൊച്ചു സ്റ്റുഡിയോ നടത്തുകയായിരുന്നു ആയുഷ്. ഫോട്ടോഗ്രാഫി അവന് വെറും ഒരു ഉപജീവനമായിരുന്നില്ല, മറിച്ച് ഓരോ നിമിഷത്തെയും തളച്ചിടാനുള്ള ഒരു കൂട്ടം ഓർമ്മകളായിരുന്നു. നാട്ടിലെ കല്യാണങ്ങളും ഉത്സവങ്ങളും പകർത്തി നടക്കുന്ന ആയുഷിന്റെ ജീവിതത്തിലേക്ക് ഒരു കർക്കിടക മാസത്തിലെ മഴയോടൊപ്പമാണ് ഇഷാനി വരുന്നത്. പട്ടണത്തിലെ തിരക്കുകളിൽ നിന്നും ജോലിയിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും ഒരവധിയെടുത്ത് തൻ്റെ മുത്തശ്ശിയുടെ തറവാട്ടിൽ താമസിക്കാൻ എത്തിയതായിരുന്നു ഇഷാനി. ഒരു വൈകുന്നേരം ആകാശം ഇരുണ്ടുകൂടി പാടവരമ്പത്ത് മഴ പെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആയുഷ് അവളെ ആദ്യമായി കാണുന്നത്. തൻ്റെ ക്യാമറ നനയാതിരിക്കാൻ പഴയ അമ്പലത്തിന് നടപ്പന്തലിലേക്ക് ഓടിക്കയറിയ ആയുഷ് അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. നീല ചുരിദാറിട്ട് മഴത്തുള്ളികൾ മുടിയിൽ തങ്ങി നിൽക്കുന്ന കൺമഷി പടർന്ന കണ്ണുകളുള്ള ഒരു പെൺകുട്ടി. അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ അറിയാതെ ആയുഷ് തന്റെ ക്യാമറ ഉയർത്തി ഒരു ചിത്രം പകർത്തി. ഫ്ലാഷ് അടിച്ചപ്പോൾ ഞെട്ടിച്ചിരിഞ്ഞ ഇഷാനി ഗൗരവത്തിൽ ചോദിച്ചു, ഹലോ, അനുവാദമില്ലാതെ പടം പിടിക്കുന്നത് ശരിയാണോ? ആയുഷ് ഒന്ന് പതറിപ്പോയി. അത് ക്ഷമിക്കണം, പെട്ടെന്ന് കണ്ടപ്പോൾ അറിയാതെ എടുത്തു പോയതാണ്. ഈ മഴയിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവന്റെ ആത്മാർത്ഥത നിറഞ്ഞ മറുപടി കേട്ടപ്പോൾ ഇഷാനിയുടെ ദേഷ്യം പതുക്കെ ഒരു പുഞ്ചിരിക്ക് വഴിമാറി. അവൾ ക്യാമറയിലെ ആ ചിത്രം നോക്കി. താൻ ഇത്രയ്ക്ക് സുന്ദരിയാണോ എന്ന് അവൾക്ക് തന്നെ തോന്നിപ്പോയ നിമിഷം അവിടെ തുടങ്ങുകയായിരുന്നു അവരുടെ സൗഹൃദം. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇഷാനിക്ക് ആ നാട് ചുറ്റിക്കാണിച്ചു കൊടുക്കാൻ ആയുഷ് കൂട്ടുപോയി. ഗ്രാമത്തിലെ കാവും പഴയ തടയണയും കുന്നിന് മുകളിലെ കാറ്റാടി മരങ്ങളും അവർ ഒരുമിച്ച് കണ്ടു. ആ നടത്തങ്ങൾക്കിടയിൽ അവർ പരസ്പരം കൂടുതൽ അറിഞ്ഞു. ആയുഷ് അവൾക്ക് ക്യാമറയുടെ ലോകം പരിചയപ്പെടുത്തി കൊടുത്തു. പ്രകൃതിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും എങ്ങനെ മനോഹരമായി പകർത്താമെന്ന് അവൻ പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം കുന്നിന് മുകളിൽ ഇരിക്കുമ്പോൾ ഇഷാനി ചോദിച്ചു, ആയുഷ്, നിനക്ക് എന്തെങ്കിലും ഈ ഗ്രാമം വിട്ടു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? നഗരത്തിൽ പോയാൽ നിനക്ക് വലിയ ഫോട്ടോഗ്രാഫർ ആകാൻ കഴിയില്ലേ? ആയുഷ് ദൂരേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു, ഇല്ല ഇഷാനി, ഈ മണ്ണിന്റെ മണം, ഈ മനുഷ്യർ, ഇതൊക്കെ വിട്ട് എനിക്ക് ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. എൻ്റെ ക്യാമറയ്ക്ക് ജീവൻ ലഭിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇങ്ങോട്ടാണല്ലോ നീ വന്നതും. അവന്റെ ആ വാക്കുകൾ കേട്ട് ഇഷാനി ഒന്ന് വിറച്ചു. അവൾക്കും അവനോട് പ്രണയമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സന്തോഷത്തിന്റെ ദിവസങ്ങൾക്ക് ആയുസ് കുറവായിരുന്നു. ഇഷാനിയുടെ അവധിക്കാലം തീരാറായി. അവൾ മടങ്ങുന്നതിന് തലേ ദിവസം ആയുഷ് അവൾക്കായി ഒരു ചെറിയ സമ്മാനം നൽകി. അവൾ ഗ്രാമത്തിൽ ചിലവഴിച്ച നിമിഷങ്ങൾ എല്ലാം ചേർത്ത് അവനുണ്ടാക്കിയൊരു കൊച്ചു ഫോട്ടോ ആൽബം. അത് നോക്കുമ്പോൾ ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പോകുന്നത് നഗരത്തിലേക്കല്ല ആയുഷ്, എൻ്റെ ഈ ഗ്രാമത്തിലേക്ക് വേഗം തിരിച്ചു വരാനാണ് എന്ന് പറഞ്ഞ് വിതുമ്പലോടെ അവൾ യാത്രയായി. നഗരത്തിലെത്തിയ ഇഷാനിക്ക് ആയുഷിനെ മറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ വീട്ടിൽ മറ്റൊരു വിവാഹാലോചന നടക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയുടെ മകനുമായിട്ടായിരുന്നു അത്. ഇഷാനി തന്റെ അച്ഛനോട് ആയുഷിനെ കുറിച്ച് പറയാൻ തീരുമാനിച്ചു. ആദ്യം അച്ഛൻ എതിർത്തെങ്കിലും ആയുഷ് എടുത്ത ഫോട്ടോകളും അവന്റെ കലാപരമായ കഴിവും ഇഷാനി കാണിച്ചു കൊടുത്തു. ഇതേ സമയം ആയുഷ് എടുത്ത ഗ്രാമീണ ചിത്രങ്ങൾ ഒരു അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. ഒരു പ്രശസ്ത മാസികയുടെ കവർ ചിത്രമായി ആയുഷ് എടുത്ത ഇഷാനിയുടെ ചിത്രം അടിച്ചു വന്നു. അതോടെ അവൻ വെറുമൊരു ഗ്രാമീണ ഫോട്ടോഗ്രാഫർ അല്ലെന്നും വലിയൊരു കലാകാരനാണെന്നും ലോകം തിരിച്ചറിഞ്ഞു. ഇഷാനിയുടെ അച്ഛനും അവന്റെ കഴിവിനെ അംഗീകരിക്കേണ്ടി വന്നു. മാസങ്ങൾക്ക് ശേഷം ഗ്രാമം വീണ്ടും ഒരു മഴക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ആയുഷ് ഒറ്റയ്ക്കായിരുന്നില്ല. അതേ പഴയ തറവാട് മുറ്റത്ത് കല്യാണമേളങ്ങൾ മുഴങ്ങി. ഇഷാൻ ഒരു നാടൻ വധുവായി ആയുഷിന്റെ കൈ പിടിച്ച് ആ പടിയിറങ്ങി. ആയുഷിന്റെ ക്യാമറയിൽ അന്ന് പതിഞ്ഞത് അവന്റെ ജീവിതത്തിലെ
ഏറ്റവും മനോഹരമായ ചിത്രമായിരുന്നു. അവൻ്റെ സ്വന്തം ഇഷാനിയുടെ സന്തോഷം നിറഞ്ഞ മുഖം. അവർ ആ ഗ്രാമത്തിൽ തന്നെ ഒരു കൊച്ചു വീട് കെട്ടി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു. ഇതുപോലത്തെ അതിമനോഹരമായ ലവ് സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതും എൻ്റെ സൗണ്ടിൽ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.